ഇടുക്കി കൂട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ CIA വെള്ളപൂശി ASPയുടെ റിപ്പോർട്ട്. സ്ഥലത്ത് നിന്നവരെ പിരിച്ചുവിടാൻ മിതമായ ബലപ്രയോഗം മാത്രമാണ് നടത്തിയത്. ഉപദ്രവിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കട്ടപ്പന ASP രമേഷ് കുമാറാണ് അന്വേഷണം നടത്തിയത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? കൂട്ടാറിൽ CA മർദ്ദനവുമായി ബന്ധപ്പെട്ട് CA പൂർണ്ണമായും വെള്ളപൂശലിൽ CA പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കട്ടപ്പന ASP രമേഷ് കുമാർ നൽകിയിട്ടുള്ളത്. സ്ഥലത്ത് നിന്നവരെ പിരിച്ചുവിടാൻ മാത്രമായ മിതമായ ബലപ്രയോഗം മാത്രമാണ് CA നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതിൽ അവിടെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളോ അക്രമങ്ങളോ ഒന്നും തന്നെ CAയുടെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല. ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോട് ചെയ്തതല്ലെന്നുമാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. കൂടാതെ ഈ ദൃശ്യങ്ങളിൽ ഈ മിതമായി കരണത്ത് ബലപ്രയോഗം നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. ായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ അവിടെ ആ ഒരു സംഭവത്തിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് വളരെ ആ ഒരു സംഭവത്തെ തന്നെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ഡ്യൂട്ടിയുടെ ഭാഗമായി ഉണ്ടായത് ഉപദ്രവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല. അത്തരത്തിൽ ആ ഒരു അതിക്രമത്തെ അത്രത്തോളം നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഒരു SP കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. നമുക്കറിയാം, ഈ ഷമീർ ഖാൻ അവിടെ ആവേശവും എല്ലാം തന്നെ നമ്മൾ ആ ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ഏത് തരത്തിലാണ് ഈ ഷമീർ ഖാൻ എന്താണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത്. ഈ കൂട്ടാക്കി ആ ഒരു ആളുകൾക്കിടയിൽ അദ്ദേഹം കാണിച്ചത് എന്താണെന്നുള്ളത് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും ഇത്തരത്തിലൊരു റിപ്പോർട്ട് ASP കൊടുക്കണമെങ്കിൽ അത് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ആരെ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇന്ന് തന്നെ മുരളീധരൻ പറഞ്ഞിരുന്നത് ഏത് തരത്തിലുള്ള റിപ്പോർട്ട് പോകുമെന്നറിയില്ല, അത് ഏത് തരത്തിൽ അതിന്റെ ഒരു അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കണ്ടറിയണമെന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയായിരുന്നു ആ ഒരു മുരളീധരന്റെ ആ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ 1-ാം തീയതിയോടുകൂടിയാണ്, അതായത് ന്യൂ ഇയറിന് പുതുവത്സര ആഘോഷത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ പോലീസിന്റെ ഒരു ഇടപെടൽ ഭയന്നുകൊണ്ട് തന്നെയാണ് ഈ പരാതി കൊടുക്കുന്നത് എത്രത്തോളം വൈകാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇതിനിടെ ഇദ്ദേഹത്തിന്റെ പല്ല് പോകുന്ന സാഹചര്യം ഉണ്ടായി, മുരളീധരന്റെ പല്ല് പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഒരു സമവായം എന്നോണം, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പെന്നോണം അദ്ദേഹത്തിന്റെ ചികിത്സാ ചിലവുകളെല്ലാം തന്നെ ഷമീർ ഖാൻ വഹിച്ചുകൊള്ളാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ഉറപ്പും ഈ ഭയവുമാണ് ഈ ഒരു പരാതി നീണ്ടുപോകാൻ സാഹചര്യം ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഒരു തരത്തിലും അനുകൂലമായ ഒരു ഇടപെടൽ ലഭിക്കാതിരുന്നതോടുകൂടിയാണ് ഷമീർ ഖാനെതിരെ ഈ മുരളീധരന്റെ മകൾ പിന്നീട് ഇതിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും ഈ പരാതി കൊടുക്കാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കുന്നതുമെല്ലാം. SP പരാതി കൊടുത്തിട്ട് പോലും അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പറഞ്ഞത് അതുപോലെ തന്നെ അതേപടി പകർത്തി എഴുതി SP കൊടുക്കുക മാത്രമാണ് ഈ ഒരു. അവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. ഏതായാലും ഉപദ്രവിക്കണ എന്ന ഉദ്ദേശത്തോടെ അല്ല എല്ലാം ചെയ്തതെന്നാണ് ASPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ കരണത്തടിച്ച് അയാളെ നിലത്തിടുന്നത് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നുണ്ട്. മറ്റൊരാളുടെ കരണത്തടിക്കുന്നത് കാണുന്നുണ്ട്. പിടിച്ച് വലിച്ച് തള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ASPയുടെ റിപ്പോർട്ടിൽ വെള്ളപൂശലാണ് CIA. ഏതായാലും നല്ല റിപ്പോർട്ട്. ദൃശ്യങ്ങൾ കൂടി ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകണമായിരുന്നു. കാരണം എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ. പിരിച്ചുവിടാൻ മാത്രമുള്ള ചെറിയൊരു ബലപ്രയോഗം, അതിന് വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മിതമായ ബലപ്രയോഗം എന്നാണ്. ഏതായാലും കട്ടപ്പന ASP രമേഷ് കുമാറിൻ്റെ റിപ്പോർട്ട് ഗംഭീരം. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ.